തിരി തെളിഞ്ഞു. അല്ല, തിരി തെളിഞ്ഞല്ല, തിരി കെട്ടു. ഇതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ തന്നെ ഇവിടെയും ബംഗാളി പണി എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ സമയത്ത് തന്നെ അഭിലാഷ് പറഞ്ഞ കഥ സുമതി വളവാണ്. സോറി കേട്ടോ, എല്ലാം നശിപ്പിച്ചു. എല്ലാവർക്കും നമസ്കാരം. വേറൊന്നുമല്ല, വിഷ്ണു ശശാങ്കർ ആദ്യം സംസാരിക്കണ ഒറ്റ വാചകം പറയത്തുള്ളൂ, എനിക്ക് പറയാനുള്ളതൊക്കെ അഭിലാഷ് ചേട്ടൻ പറയുമെന്ന്. ഇനി ഞാനാണ് ആദ്യം സംസാരിച്ച് രണ്ടാം തവണ എങ്കിൽ അവൻ പറയും എനിക്ക് പറയാനുള്ളതും കൂടെ അഭിലാഷ് ചേട്ടൻ പറഞ്ഞു, അതുകൊണ്ട് വേറൊന്നുമില്ല എന്ന്. അപ്പം ഞാൻ തന്നെ ഇവിടെയും ബംഗാളി പണി എടുക്കാൻ തീരുമാനിച്ചു. ആദ്യം തന്നെ വന്ന എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയെ നന്ദി പറയുകയാണ്. കാരണം ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് വെച്ചാൽ വിളിച്ച 90% ആളുകൾ എത്തി എന്നുള്ളതാണ്. ഈ മഴ ഇത്രയും ചതിച്ച് നിന്നൊരു സമയത്ത് ഇന്ന് രാവിലെ പോലും ഈ പരിപാടി നടക്കുമോ എന്നറിയില്ല എന്നൊരവസ്ഥയിൽ പോലും വിളിച്ച ഓരോരുത്തരും ഇല്ല നടക്കും, ഞങ്ങൾ വരും എന്ന് പറഞ്ഞ പല മുഖങ്ങളും ഇവിടെ എത്തി. അത് ഞാൻ ആദ്യമേ തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയെ നന്ദി പറയുന്നു. ഒപ്പം മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന സിനിമ അത് എന്താവണം എങ്ങനെയാവണമെന്ന് കുറേ ചർച്ചകൾക്കൊടുവിലാണ് വിഷ്ണു ഞാനും ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾ മാളികപ്പുറത്തിന് മുന്നേ ചെയ്യാൻ തീരുമാനിച്ച ഒരു കഥ, ആ കഥ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു. പക്ഷെ ആ കഥയ്ക്കൊരു വലിയ തയ്യാറെടുപ്പും ഒരു വലിയ മുതൽ മുടക്കും വേണ്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അന്നത് ചെയ്യാൻ ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് എത്തില്ല എന്ന് തോന്നിയിരുന്നു. അതിനുശേഷമാണ് മാളികപ്പുറം ചെയ്യുന്നത്. ദൈവം അനുഗ്രഹിച്ച് അതൊരു വലിയ വിജയമായി. അതിനുശേഷം ഈ സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ച പ്രൊഡ്യൂസർ മുരളിച്ചേട്ടനോട് സംസാരിച്ചപ്പോൾ മുരളിച്ചേട്ടൻ വിശ്വസിച്ച് ഞങ്ങളോട് പറഞ്ഞു ഞാനിത് ചെയ്യാം എന്ന് പറയുന്നു. അപ്പം ദൈവത്തിനോട് നന്ദി പറയുന്നു ഈ ഒരു അവസരത്തിൽ. കാരണം ഈ ഒരു സിനിമ സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ കൂടെ നിൽക്കുന്ന 2 പേര് തന്നെയാണ് ആദ്യം പറയേണ്ട പേരുകൾ. അതിലാദ്യം വിഷ്ണുവിനെ പറയുകയാണെങ്കിൽ എനിക്കൊരു 5-6 വർഷമായി എനിക്ക് വിഷ്ണുവായിട്ടുള്ള സൗഹൃദം. അതിനേക്കാൾ വലിയ എൻ്റെ ഒരു കൂടപ്പിറപ്പാണ് അവൻ. രണ്ടും അതിൽ വിഷ്ണു ഇതിനു മുന്നേ ഞാൻ ചെയ്ത അല്ലെങ്കിൽ ഞാൻ എഴുതിയ മറ്റ് 4 സിനിമകളിൽ 3 സിനിമകളിൽ വിഷ്ണു അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതിനുശേഷമാണ് ഞങ്ങൾ മാളികപ്പുറത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ കഥ പറയുമ്പോൾ ഓരോ ഡെവലപ്മെൻറ്റിലും വിഷ്ണു പറയും ചേട്ടാ ഇത് നമുക്ക് ചെയ്യണം, നമുക്കിത് തിയേറ്ററിൽ കൊണ്ട് കൊടുക്കണം, തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല മടിയനെ എന്നെ കൊണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുതിച്ചത് വിഷ്ണുവാണ്. അപ്പം വിഷ്ണുവിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. കാരണം അവൻ 1.5 വർഷത്തോളം കാത്തിരുന്നു മാളികപ്പുറത്തിന് ശേഷം ഞാൻ ഈ തിരക്കഥ പൂർത്തിയായി കൊടുക്കാനായിട്ട്. കാരണം ഇതിനിടയിൽ വലിയ അവസരങ്ങൾ വന്നിട്ടും അതിന് പോവാതെ ചേട്ടൻ്റെ ഈ സ്ക്രിപ്റ്റ് തന്നെ നമുക്ക് അടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് അവൻ കാത്തിരുന്നു. അതിന് ഞാൻ നന്ദി പറയുകയാണ്. ഇതിനിടയിൽ ഞാൻ മറ്റൊരു സിനിമ ചെയ്തു, അപ്പോൾ ആ സിനിമയുടെ തിരക്ക് കാരണമാണ് ഇത് ലേറ്റ് ആയത്. പിന്നെ രഞ്ജൻ, അവനെ സംബന്ധിച്ച് ഞാനിപ്പോൾ എവിടെ കഥ പറയാൻ പോയാലും പാക്കേജ് ആണല്ലോ എന്ന് പറയുന്ന പോലെയാണ്. എൻ്റെ 6 സിനിമകളുടെയും മ്യൂസിക് ചെയ്തിരിക്കുന്ന ആളാണ് രഞ്ജിൻ. 6ാമത്തെ ഈ സിനിമയും രഞ്ജിൻ തന്നെ മ്യൂസിക് ചെയ്യുന്നു. അപ്പോൾ അത് എന്താ പറയുക, അത് അടർത്തിക്കൊണ്ട് ഇനി ഒരു പ്രൊഡ്യൂസർ പോവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഓരോ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കഥ പറയാൻ ചേർന്നത്. വിജയേട്ടൻ്റെ അടുത്ത് ഞാൻ കഥ പറയുമ്പോൾ വിജയേട്ടനോട് ഞാൻ പറഞ്ഞത് വിജയുടെ മ്യൂസിക് വേറെ ആരെയും കൈവെക്കലെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം പിന്നെ വേറെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളോടും ഇനി കൂടുതൽ ഈ സിനിമയെ പറ്റി സംസാരിക്കാനുണ്ട്. അത് ഈ സിനിമയുടെ ടൈറ്റിലിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അപ്പം ഇവരും കൂടെ ബാക്കി സംസാരിച്ചതിന് ശേഷം നമുക്ക് ആ ടൈറ്റിലിൻ്റെ വിഷയത്തിലേക്ക് പോകാം. അവൻ പറയാറുണ്ടെന്ന് പറയും. അല്ല, സ്ഥിരം ഡയലോഗാണ് അഭിലാഷേട്ടൻ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഇപ്പോൾ രഞ്ജനും കൂടി കഴിഞ്ഞാൽ എനിക്ക് പറയായിരുന്നു. അഭിലാഷേട്ടനും രഞ്ജനും പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളൂ. ഞാനൊരു ഇവന്റ് ബേസ് ചെയ്തിട്ടൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഒരു തവണ ഈ വേദിയിൽ ഇതിനു മുമ്പ് ഇതുപോലെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ ചിത്രം നടന്നില്ല. എൻ്റെ ആദ്യത്തെ ചിത്രം എന്നുള്ളൊരു സ്വപ്നം അന്ന് അവിടെ തിരി തെളിഞ്ഞു. അല്ല, തിരി തെളിഞ്ഞല്ല, തിരി കെട്ടു. ഇതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നീട് ഒരു എന്താ പറയുക, മാളികപ്പുറം എന്നുള്ള തിരി തെളിഞ്ഞു. മാളികപ്പുറത്തിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യത്തെ ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതിലൊരു വാചകം ഉണ്ടായിരുന്നു, എരിയുന്ന തീയിൽ തെളിയുന്ന ടൈറ്റിൽ. അപ്പോൾ അതെ, പക്ഷെ അതിൻ്റെ മാളികപ്പുറത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ ഞാൻ ഈ IMA ഹാളിൽ വെച്ചിട്ട് വീണ്ടും എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അപ്പം അന്ന് നെഞ്ചു വിരിച്ച്, അന്ന് തല താഴ്ത്തിയത് എനിക്ക് നെഞ്ചു വിരിച്ച് അന്ന് നിൽക്കാൻ കഴിഞ്ഞു. ഇന്ന് നിങ്ങളുടെ ഒപ്പം വീണ്ടും നിൽക്കുന്നു. പക്ഷെ അന്ന് നെഞ്ചൊന്നും വിരിച്ചിട്ടല്ല, നെഞ്ചിടിപ്പോടെയാണ് നിൽക്കുന്നത്. ഇത്ര നേരം സംസാരിക്കാത്തതുകൊണ്ട് ഇവൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി കേട്ടോ. അല്ല, അതൊക്കെ സംസാരിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ലൊക്കേഷനിൽ പോലും ഇത്ര സംസാരിക്കാറില്ല ഇവൻ. ജീവിതത്തിൽ കുറേ പുതിയ അതിഥികളൊക്കെ വരുമ്പോൾ ഒക്കെ സംസാരിച്ച് പോകുന്നതാണ്. പിന്നെ
ഒരുപാട് നന്ദി മുരളി ചേട്ടാ, മുരളി കുന്നംപുറത്ത്. തളിപ്പറമ്പിലുള്ള മുരളിച്ചേട്ടൻ്റെ കഥ ആദ്യം തിരശ്ശീലയിൽ കാണുമ്പോൾ ഞാൻ ഒട്ടും കരുതിയില്ല ഈ ഒരു സ്റ്റേജിൽ എൻ്റെ കൂടെ നിൽക്കുന്നൊരു ആളാവുമെന്ന്. എന്തായാലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇപ്പോൾ നന്ദി പറയുന്നു. ഈ ഒരു വേദിയിൽ ഇങ്ങനെ മൈക്ക് പിടിച്ച് സംസാരിക്കാൻ പറ്റിയാലും എൻ്റെ സിനിമ ചെയ്യാനായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നതിനും ഞാൻ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഇനിയുമുള്ള വിശേഷങ്ങൾ രഞ്ജിൻ രാജ് പറയും. ഇത്രയും പറഞ്ഞുകൊണ്ടിട്ട് എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം എല്ലാവരും കാണാൻ സാധിച്ചതിൽ. എന്താ പറയുക, അഭിലാഷിൻ്റെ കൂടെ 6ാമത്തെ സിനിമയാണ്. അപ്പോൾ ആദ്യം എനിക്കൊന്ന് കടാവാറാണ് അഭിലാഷിൻ്റെ ആദ്യം ചെയ്യുന്ന മൂവി ഞാൻ തമിഴിൽ. അപ്പോൾ ആ സമയത്ത് തന്നെ അഭിലാഷ് പറഞ്ഞ കഥ സുമതി വളവാണ്. സോറി കേട്ടോ, എല്ലാം നശിപ്പിച്ചിട്ട്. ഇല്ല, ഒരു തവണ പ്രൊഡ്യൂസർ പറഞ്ഞു, അല്ല 7 മണിക്ക് ഞങ്ങൾ ഇതിന്റെ ടൈറ്റിൽ റിവീൽ ചെയ്യുന്നു പറഞ്ഞിരുന്നു. അപ്പൊ പല ആർട്ടിസ്റ്റുകളുടെയും പേജിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി അത് മറച്ചു വെക്കുന്നില്ല, നമുക്ക് അതിലേക്ക് പോവാം, അതിനുശേഷം സംസാരിക്കാം. താങ്ക് യു സോ മച്ച്, എല്ലാവരോടും ഒരുപാട് നന്ദി. ഇതില് മറ്റൊരു കാര്യം പറയാനുള്ളത്, സാധാരണ നമ്മൾ ഏതൊരു ടൈറ്റിൽ റിവീൽ ചെയ്യും എന്ന് പറയുന്നത് അവിടെ വന്നിരിക്കുന്നതിൽ നിന്നും ഒരാളെ വേദിയിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ 2 പേരെയോ 3 പേരെയോ വേദിയിലേക്ക് വിളിച്ച് അവരായിരിക്കും ഇതിന്റെ ഒരിക്കലും വർക്കാവാത്തൊരു റിമോട്ട് ഞെക്കി നമ്മൾ ഈ പരിപാടി ഓൺ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ തീരുമാനിച്ചത് ഈ വന്നിരിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് VVIPs ആണ്. അതിലൊരു എന്താ പറയുക, ഒരു വ്യത്യാസം ഞങ്ങൾ കാണുന്നില്ല, ഇൻക്ലൂഡിങ് മീഡിയാസ്. അപ്പം ഇത് ഒരാളെ വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റി അവർ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇത് ഞങ്ങളുടെ ഏകദേശം എനിക്ക് തോന്നുന്നു 5-6 വർഷത്തെ സ്വപ്നമാണ് ഇന്നൊരു ചെറിയ തുടക്കം പോലെ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആ സ്വപ്നത്തിനൊപ്പം ട്രാവൽ ചെയ്യേണ്ട ആളുകളാണ് ഇരിക്കുന്ന എല്ലാവരും എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ഇത്രയും പേര് ആദ്യത്തെ ഷോയ്ക്ക് വന്നാൽ തന്നെ വനിതാ തിയേറ്ററിലെ ഷോ ഹൗസുള്ളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ട് ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യാനുള്ളവരെ ഈ ഒരു ലോകത്തേക്ക്, ഞങ്ങളൊരു ഫാൻറ്റസി വേൾഡിലേക്ക് വിളിക്കുകയാണ്. ബാക്കി കാണാം, അല്ലേ? കണ്ടാലോ?